ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMOS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2020 നമ്മളുടെ 8ാമത്തെ ചാപ്റ്ററായ സോളിഡ്സ് ഘനരൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള നമ്മളുടെ SSLC എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. എന്തായി എല്ലാവരുടെയും എല്ലാവരും പഠിത്തം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിയട്ടെ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ, A+ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 2020 ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, 2019 നമ്മളൊരു 3 ചോദ്യം ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മളിത് പോകുന്നത്. ദ ഫിഗർ ഓഫ് സ്ക്വയർ ഷീറ്റ് ഓഫ് പേപ്പർ ഈസ് ഷോൺ ബിലോ. Length of one side of the paper sheet is 36 cm and AB 10 cm. The shaded portion is cut out and folded into a square pyramid. സമചതുരാകൃതിയിലുള്ള ഒരു കടലാസിൻ്റെ ചിത്രമാണ് ചുവടെ ഉള്ളത്. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 36 സെൻറ്റിമീറ്റർ ആണ്. AB 10 സെൻറ്റിമീറ്റർ. ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം വെട്ടിയെടുത്ത് ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കുന്നു. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ബേസ് എഡ്ജ് ഓഫ് ദ പിരമിഡ്? സ്തൂപികയുടെ പാദവക്കിന്റെ നീളം. വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ പിരമിഡ്? ചെരിവ് ഉയരം എത്രയാണ്? ഫൈൻഡ് ദ ലാറ്റർ സർഫസ് ഏരിയ. പാർശ്വമുഖ പരപ്പളവ് കാണണം. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ബേസ് എഡ്ജ് ഓഫ് ദ സ്ക്വയർ പിരമിഡ്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്, ഒരു സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഒരു സ്ക്വയറും ഉണ്ടാവും, ആ സ്ക്വയറിൻ്റെ ഓരോ അറ്റത്ത് ഓരോ ട്രയാങ്കിൾസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞത് ആദ്യം ബേസ് എഡ്ജ് പാദവക്കാണ് ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ് മക്കളെ പാദവക്ക് വരിക? എവിടെ വരിക? ട്രയാങ്കിളിൻ്റെ ബേസും സ്ക്വയറിൻ്റെ സൈഡും കൂടി കൂട്ടിമുട്ടുന്ന ഭാഗം, അതാണ് ബേസ് എഡ്ജ്. അത് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? 10. അപ്പോൾ പാദവക്ക് അഥവാ ബേസ് എഡ്ജ് 10 ആണ്. ഇനി സ്ലാൻഡ് ഹൈറ്റ് ആണ് അടുത്ത ചോദ്യം. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികോണത്തിൻ്റെ ഹൈറ്റിനെയാണ് നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. നോക്കിയേ, ഈ സ്ക്വയറിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 36 ആണ്. അതിൽ ഈ ഭാഗം 10, അപ്പം 36 10 പോയ ബാക്കി 26 ഉണ്ട്. ആ 26 ഈക്വൽ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തൂടെ? അപ്പോൾ ഇവിടെ 13. അപ്പോൾ ത്രികോണത്തിൻ്റെ ഉയരം 13, 26, പിന്നെ ഈ ഹൈറ്റ് 10, അപ്പം മൊത്തം 36 ആയില്ലേ? അപ്പോൾ സ്ലാൻഡ് ഹൈറ്റ് എത്രയാ? 13. ഇനി ലാറ്റർ സർഫസ് ഏരിയ, സ്ക്വയർ പിരമിഡിൻ്റെ ലാറ്റർ സർഫസ് ഏരിയ ആണ് ലൊക്കേഷൻ. എന്താണ്? പാർശ്വമുഖ പരപ്പളവ് 2AL. A 10 ആണ്, L 13 ആണ്. ഓക്കെ, അപ്പോൾ 13 × 2 ചെയ്താൽ നമുക്ക് 26 കിട്ടും. 26 × 10 ചെയ്താൽ 260 കിട്ടും. അപ്പോൾ ലാറ്റർ സർഫസ് ഏരിയ എത്രയാ? 260 സെന്റിമീറ്റർ സ്ക്വയർ. അടുത്തത്, എ സെക്ടർ ഓഫ് റേഡിയസ് 12 സെന്റിമീറ്റർ ആൻഡ് സെൻട്രൽ ആംഗിൾ 120 ഈസ് റോൾഡ് അപ്പ് ഇൻടു എ കോൺ. ആരം 12 സെന്റിമീറ്ററും കേന്ദ്രകോൺ 120 ഡിഗ്രിയുമായ ഒരു വൃത്താംശം വളച്ച് ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ? വൃത്തസ്തൂപികയുടെ ചെരിവ് ഉയരം എത്രയാണ്? ഫൈൻഡ് ദ റേഡിയസ് ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദ കോൺ. വൃത്തസ്തൂപികയുടെ ആരം, ഉയരം എന്നിവ കണക്കാക്കുക. വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ ടു ബി യൂസ്ഡ് ടു മേക്ക് എ കോൺ ഓഫ് ബേസ് റേഡിയസ് √2 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 4 സെന്റിമീറ്റർ. ആരം √2 സെന്റിമീറ്ററും ഉയരം 4 സെന്റിമീറ്റർ, 4 ഇവിടെ എഴുതിയിട്ടില്ല അല്ലേ, 4 സെന്റിമീറ്ററുമായ വൃത്തസ്തൂപിക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വൃത്താംശത്തിന്റെ കേന്ദ്രകോൺ എത്രയാണ്? അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് ഉത്തരം എഴുതാം. സെക്ടർ ഓഫ് റേഡിയസ് 12 സെന്റിമീറ്റർ. സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്താംശമാണ്. ഒരു സർക്കിളിന്റെ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ സെക്ടർ എന്ന് പറയുന്നത്. ഈ സെക്ടറിന്റെ റേഡിയസ് ആണ് 12 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെക്ടർ വളച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഡിയസിനോട് ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് നമ്മളുടെ കോണായി അല്ലേ? അപ്പോൾ ആ കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ആ സെക്ടറിൻ്റെ റേഡിയസിന് ഈക്വൽ ആയിരിക്കും. നമ്മൾ എപ്പോഴും പറയുന്നതാണ് R = L എന്ന്. അപ്പോൾ ഇവിടെ സ്ലാൻഡ് ഹൈറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് സെക്ടർ 12 ആണ്. അപ്പോൾ സ്ലാൻഡ് ഹൈറ്റും എന്താണ്? 12 ആണ്.
ഓക്കെ, ഇനി റേഡിയസും ഹൈറ്റും കാണണം. അപ്പോൾ ആദ്യം നമുക്ക് റേഡിയസ് കാണണം. റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ആർ ബൈ ക്യാപിറ്റൽ ലെറ്റർ ആർ ഈക്വൽ ടു എക്സ് ബൈ 360, അല്ലെങ്കിലോ ആർ ബൈ എൽ ഈക്വൽ ടു എക്സ് ബൈ 360. എൽ 12 എക്സ് 120. ഓക്കെ, അപ്പോൾ 120 ആകുമ്പോൾ ഈ 0 പോകും. 12നെ 12 ഡിവൈഡ് ചെയ്താൽ 1, 36നെ 12 ഡിവൈഡ് ചെയ്താൽ 3. ഇനി 12നെ ഇങ്ങോട്ട് എടുത്തു ഞാൻ. അപ്പോൾ ആർ ഈക്വൽ ടു 12/3 എന്ന് വരും. 12/3 എത്രയാണ്? 4. അപ്പോൾ റേഡിയസ് 4 എന്ന് കിട്ടി. ഇനി ഹൈറ്റ് കാണണം. അതിന് എല്ലും ആറും എച്ചും തമ്മിലുള്ള റിലേഷൻ എന്താ? എല്ലും ആറും എച്ചും തമ്മിലുള്ള റിലേഷൻ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. എല്ല് 12 ആറ് 4. 12ന്റെ സ്ക്വയർ എത്രയാണ്? 144. 4ന്റെ സ്ക്വയർ 16. ഞാൻ ഈ 16ന് അപ്പുറത്ത് കൊടുന്നു. അപ്പോൾ 144 മൈനസ് 16 എന്ന് വരും. 4ന്ന് 6 പോകൂല, അപ്പോൾ അപ്പുറത്ത് കടർക്കും. 14ന്ന് 6 പോയാൽ 8 വരും. ഓക്കെ, ഇവിടെ ഇനി 3 അപ്പോൾ 13ന്ന് 3ന്ന് 1 പോയാൽ 2 വരും. ഇവിടെ 1, 128. എച്ച് സ്ക്വയർ 128 ആണെന്നുണ്ടെങ്കിൽ എച്ച് എന്തായിരിക്കും? റൂട്ട് 128 ആയിരിക്കും. 128ന് റൂട്ടില്ല നമുക്കറിയാം. നമുക്ക് ഇതിനൊന്ന് ചെറുതാക്കാം. 128ന്റെ പകുതി എത്രയാ? 64 അല്ലെ? 128ന്റെ പകുതി എത്രയാണ്? 64ന് റൂട്ടില്ലേ? ഉണ്ടല്ലോ, ഇല്ലേ? അപ്പോൾ ഈ റൂട്ട് 128നെ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? 64 × 2 എന്ന് എഴുതി. ഓക്കെ, ഇനി ഈ 64നെ പുറത്തേക്ക് എടുക്കാം. 64ന്റെ റൂട്ടിനെ പുറത്തെടുക്കുമ്പോൾ 64ന്റെ റൂട്ട് എത്രയാ? 8. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് 8 റൂട്ട് 2. ഹൈറ്റ് എത്രയാണ്? 8 റൂട്ട് 2. റേഡിയസ് 4 എന്നും കിട്ടി, ഹൈറ്റ് 8 റൂട്ട് 2 എന്നും കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി സെൻട്രൽ ആംഗിൾ കാണാനാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ തന്നെ. ഇതാ ഒരു മിനിറ്റ്. ഓക്കെ, സെൻട്രൽ ആംഗിൾ കാണണം. അതിന് നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ബേസ് റേഡിയസും തന്നിട്ടുണ്ട്, ഹൈറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് കാണാം. കാരണം നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ ബൈ എൽ ഈക്വൽ ടു എക്സ് ബൈ 360 ആണ്. അതിന് ആദ്യം എല്ല് കാണാം. എല്ല് കാണാൻ ബേസ് റേഡിയസും ഹൈറ്റും തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സെൻട്രൽ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ആർ ബൈ എൽ ഈക്വൽ ടു എക്സ് ബൈ 360 ആണ്. സെൻട്രൽ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ ആർ ബൈ എൽ ഈക്വൽ ടു എക്സ് ബൈ 360 ആണ്. അതിന് റേഡിയസ് തന്നിട്ടുണ്ട്, പക്ഷെ എല്ല് തന്നിട്ടില്ല. അപ്പോൾ എല്ല് കാണാൻ പോവാണ്. ഹൈറ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലും ആറും എച്ചും വെച്ചിട്ട് ഞാൻ ആദ്യം എല്ല് കാണാൻ പോവാണ്. എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണ്. 6 റൂട്ട് 2 ആണ്. അപ്പോൾ റൂട്ട് 2ന്റെ സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ. റൂട്ട് 2ന്റെ സ്ക്വയർ എത്രയാ? 2 ആണ്. 4ന്റെ സ്ക്വയർ എത്രയാ? 16 ആണ്. 16ക്ക് 1 കൂട്ടിയാൽ 16ക്ക് 2 കൂട്ടിയാൽ 18. അപ്പോൾ റൂട്ട് 18. അതിനെ നമുക്ക് 9 × 2 എന്ന് എഴുതാം. 9ന്റെ റൂട്ട് എത്രയാണ്? 3 ആണ്. അപ്പോൾ 3 റൂട്ട് 2. എല്ല് കിട്ടിയ എത്രയാ? 3 റൂട്ട് 2. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കാമല്ലോ. ആർ ബൈ എൽ ഈക്വൽ ടു എക്സ് ബൈ 360. ആർ എന്ന് പറയുന്നത് റൂട്ട് 2 ആണ്. അപ്പോൾ റൂട്ട് 2/3 റൂട്ട് 2 ഈക്വൽ ടു എക്സ് ബൈ 360. റൂട്ട് 2 വെട്ടിപ്പോവും. 1/3 ഈക്വൽ ടു എക്സ് ബൈ 360. ഈ 360 അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ 360/3 വരും. 360നെ 3 ഡിവൈഡ് ചെയ്താൽ 3ൽ എത്ര? 3 1. 6ൽ എത്ര? 3 2. പിന്നെ 0. അപ്പോൾ 120. അപ്പോൾ എക്സ് ഈക്വൽ ടു 120 എന്ന് കിട്ടും. അപ്പോൾ സെൻട്രൽ ആംഗിൾ എത്രയാ? 120. ഓക്കെ, അടുത്തൊരു ചോദ്യം. ദ റേഡിയസ് ഓഫ് ദ സോളിഡ് സ്പിയർ ഈസ് 6 സെന്റിമീറ്റർ. ഫൈൻഡ് ഇറ്റ്സ് വോളിയം ആൻഡ് സർഫസ് ഏരിയ. കട്ടിയായ ഒരു ഗോളത്തിന്റെ ആരം 6 സെന്റിമീറ്റർ ആണ്. ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ്, വ്യാപ്തം എന്നിവ കാണുക. It is cut into 2 equal halves. What is the total surface area of each hemisphere? What is the volume of the hemisphere? ഈ ഗോളത്തെ 2 അർദ്ധഗോളങ്ങളായി മുറിക്കുന്നു. ഒരു അർദ്ധഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് എന്താണ്? വ്യാപ്തം എന്താണ്? അപ്പോൾ ആദ്യം സ്പിയറിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 6 ആണ്. വോളിയം കാണണം. ഫൈൻഡ് ഇറ്റ്സ് വോളിയം. വോളിയം കാണാൻ ഇക്വേഷൻ എന്താ? 4/3 πr ക്യൂബ് ആണ്. r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ് റേഡിയസ്. അപ്പോൾ 6ന്റെ ക്യൂബ്. ഓക്കെ, 6 × 6 × 6 എന്ന് വരും. ഈ 3നെ നമുക്ക് 6 ആയിട്ട് കട്ട് ചെയ്യാം. 6/3 എത്രയാണ്? 2. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 6 36. 36 × 2 72 വരും. അതിന് 4 കൊണ്ട് ഗുണിക്കുക. 1 4 4 24 8. 7 4 28. 288 π എന്ന് വരും. സെന്റിമീറ്റർ ക്യൂബ്. വോളിയം ആയതുകൊണ്ട് ക്യൂബാണ്. ഇനി സർഫസ് ഏരിയ കാണണമല്ലോ. 4 πr² ആണ്. ഓക്കെ, 6 എന്ന് പറഞ്ഞാൽ റേഡിയസ് 6 തന്നെയാണ്. അപ്പോൾ 6ന്റെ സ്ക്വയർ 36.
36 ഇൻറ്റു 4 വരും. 6 4 24ക്ക് 4 ഇഷ്ടം 2 3 4 12 12ഉം 2ഉം 14. ഓക്കെ, ഇനി ഇതിനെ പകുതിയാക്കിയപ്പോൾ ഇതിൻ്റെ വോളിയവും അതേപോലെ തന്നെ എന്തൊക്കെ കാണണം, ഉപരിതല പരപ്പളവും വ്യാപ്തം കാണണം. ആദ്യം സർഫസ് ഏരിയയാണ് കാണുന്നത്. ഹെമിസ്ഫിയർ, മക്കളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ ഹെമിസ്ഫിയറിൻ്റെ ഉപരിതല പരപ്പളവ് 144 പൈ ആണ്. അപ്പോൾ അതിനെ പകുതിയാക്കുമ്പോൾ അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ 144 ആവില്ല. കാരണം എന്താ അറിയോ, ഹെമിസ്ഫിയറിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനമാണ് കിട്ടുക. സെൻട്രൽ ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ നോക്കി, സ്പിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബേസ് ഇല്ല. പക്ഷേ ഹെമിസ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ബേസും ഉണ്ട്, ഇവിടെ ഒരു കർവ്ഡ് സർഫസും ഉണ്ട്. ഈ 144 പൈയുടെ പകുതി വരുന്നത് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ ആണ്. ഓക്കെ, 144 പൈൻ്റെ പകുതി വരുന്നത് എന്താണ്, കർവ്ഡ് സർഫസ് ഏരിയ, വക്രതല പരപ്പളവ്, അർദ്ധഗോളത്തിൻ്റെ വക്രതല പരപ്പളാണ് 144 പൈൻ്റെ പകുതി വരിക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ 3πr² ആണ് നമ്മുടെ ഇക്വേഷൻ. അതിവിടെ കൊടുക്കണം. r² 36 ആണ്. 36 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 108 കിട്ടും. ഓക്കെ, പക്ഷെ വോളിയം ഇതിൽ മുഴുവനിൽ കൊള്ളുന്നത് എത്രയാണോ ഇതിന് നേരെ കട്ടായി വരുമ്പോൾ വോളിയത്തിന് നമുക്ക് ബേസിന് മെഷർ എടുക്കേണ്ട ആവശ്യമില്ല. ഉള്ളിലുള്ള അളവാണ് അല്ലെ, വ്യാപ്തി എന്ന് പറയുന്നത് ഉള്ളിലുള്ള അളവാണ്. അപ്പോൾ വോളിയം നേരെ പകുതിയാവും, വോളിയം കറക്റ്റ് നേരെ പകുതിയാവും, സർഫസ് ഏരിയ പകുതി അല്ല ആകുക. ഇത് 4πr² ആണ്, ഇത് 3πr² ആണ്. വോളിയം 4/3 ആണ്, അത് 2/3 ആവും, നേരെ പകുതിയാവും വോളിയം. ഓക്കെ, അപ്പോൾ 258ൻ്റെ പകുതി 144 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഓർത്തോളാം, സ്പിയറിനെ ഹെമിസ്ഫിയർ ആക്കുമ്പോൾ വോളിയം പകുതിയാവും, പക്ഷേ ഏരിയ എന്താവില്ല, പകുതിയാവില്ല. സ്പിയറിൻ്റെത് 4πr² ആണ്, ഹെമിസ്ഫിയറിൻ്റെത് 3πr² ആണ്. അപ്പോൾ മക്കളെ, ഇത്രയും ചോദ്യമാണ് 2020 നമ്മളുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, നമ്മളുടെ എക്സാം അടുത്ത് വന്നു, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മാക്സിമം വർക്കൗട്ട് ചെയ്യുക. നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള റിസൾട്ട് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവുള്ളൂ. കഷ്ടപ്പെടുക, ഓക്കെ, എങ്കിൽ നമുക്ക് നല്ല ഉയരങ്ങളിൽ എത്താൻ കഴിയും. ഓക്കെ, സോ പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് സീ യു സൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.